ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഒരു കിടിലൻ ഭജൻ ടീമാണ് സിതാനി ഭജൻസ്. ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഞാൻ മ്യൂസിക് ടീച്ചറായിട്ട് ഒരു കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് ഉണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ കോളേജിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായി ഇങ്ങനെ ഒരു എല്ലാവർക്കും കൂടി ഇങ്ങനെ ഗേൾസിൻ്റെ ഒരു ടീം സ്റ്റാർട്ട് ചെയ്താലോ എന്ന് പ്ലാൻ ചെയ്തു. നന്ദഗോവിന്ദം കോപ്പി അടിച്ചാണോ? തീർച്ചയായിട്ടും നന്ദഗോവിന്ദത്തിന് ഇൻസ്പയർ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ കോപ്പി അങ്ങനെയല്ല. പ്ലസ് ഈ ഒരു ഭക്തിഗാനങ്ങളും ഈ ഒരു ഭജൻസ് ഒക്കെ വരുമ്പോൾ ആ ഒരു ഡിവോഷണൽ എന്താ പറയുക ഭയങ്കര റിലാക്സിങ് ആണ്. നമ്മൾ നല്ല ടെൻഷനിലായിരുന്നു എങ്ങനെയാണ് ആൾക്കാർ എന്ത് റെസ്പോൺസ് ചെയ്യാൻ. കാരണം നന്ദഗോവിന്ദം അത്രയും ട്രെൻഡായി നിൽക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഇതിൽ ചെയ്തു ഇറങ്ങാൻ നോക്കുമ്പോൾ കുറച്ച് അമ്മമ്മമാര് ചേച്ചിമാരൊക്കെ വന്നിട്ട് നന്നായിട്ട് നമ്മൾ ആസ്വദിച്ചു. അവരെ നന്നായി കൈയൊക്കെ അടിച്ച് നമ്മളെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു. ഇത് സിത്താനി തുടങ്ങിയതിന് ശേഷം ഇപ്പൊ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി. സ്പിരിച്വൽ കോൺക്ലേവ് ഉണ്ട് ബാക്ക് മീഡിയയുടെ തന്നെ. അപ്പോ ന്യൂ ഇയറിലെ ഫസ്റ്റ് പ്രോഗ്രാമാണ് നമ്മുടെ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഒരു കിടിലൻ ഭജൻ ടീമാണ് സിതാനി ഭജൻസ്. നമസ്കാരം. നമസ്കാരം. സുഖായിരിക്കുന്നു? സുഖം. ഇപ്പൊ എന്താ പറയാ, ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ നിന്ന് തുടങ്ങിക്കോ. വൈഷ്ണവി, കണ്ണൂർ. അധീന, പയ്യന്നൂർ. എൻ്റെ പേര് ആതിര, കണ്ണൂരാണ്. അനഘ, പയ്യന്നൂർ. അനഘ, പയ്യന്നൂർ. ആരതി, പയ്യന്നൂർ. നന്ദന, പയ്യന്നൂർ. മഞ്ജിമ, പയ്യന്നൂർ. എല്ലാരും ഇപ്പൊ നിങ്ങളെല്ലാരും ഒരേ എന്താ പറയാ കർണാട്ടിക് ഒക്കെ പഠിച്ച് അങ്ങനെ ഒരു ഗ്രൂപ്പായിരുന്നു. അങ്ങനെയായിരുന്നു ഇതിന്റെ തുടക്കം ശരിക്കും? ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഞാൻ മ്യൂസിക് ടീച്ചറായിട്ട് ഒരു കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് ഉണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ കോളേജിൽ നിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായി, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി ഇങ്ങനെ ഒരു പരിപാടി. പക്ഷെ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കുറേ നാളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു ഇപ്പോൾ ഭജൻസ് ഒക്കെ ആണല്ലോ മെയിനായിട്ട് ട്രെൻഡിങ് ആയിട്ട് പോണത്. അപ്പോൾ അത് ഇൻസ്പയർ ആയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു എല്ലാവർക്കും കൂടി ഇങ്ങനെ ഗേൾസിൻ്റെ ഒരു ടീം സ്റ്റാർട്ട് ചെയ്താലോ എന്ന് പ്ലാൻ ചെയ്തത്. അങ്ങനെ ഞാൻ ഇവരെല്ലാവരും കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ അടിയിൽ കമന്റ്സും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ആദ്യമൊക്കെ വരുന്നുണ്ടായിരുന്നല്ലോ. അത് നന്ദഗോവിന്ദം കോപ്പി അടിച്ചതാണോ എന്നുള്ളത്, ഇൻസ്പയർ ചെയ്ത് ചെയ്താണോ, അല്ലെങ്കിൽ അവര് എന്താ പറയാ കമന്റ് എഴുതുമ്പോഴേക്കും അങ്ങനെയാണല്ലോ സാധാരണ എന്തെങ്കിലുമൊക്കെ പറയാം. അപ്പോ ഇങ്ങനെയൊക്കെ കാണുമ്പോഴേക്കും എന്തായിരുന്നു നിങ്ങളുടെ മനസ്സിലുള്ള ഒരു തോട്ടെ? കാരണം നിങ്ങള് എല്ലാരും കൂടി തുടങ്ങിയ ഒരു സംഭവം, അതിനെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും എന്തെങ്കിലും തോന്നിയിരുന്നോ? ആദ്യം ഒരു വിഷമൊക്കെ ഉണ്ടായി. പിന്നെ നമ്മള് അല്ല തീർച്ചയായിട്ടും നന്ദഗോവിന്ദത്തിന് ഇൻസ്പയർ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ കോപ്പി അങ്ങനെയല്ല. അവരുടെ ടീമിലും അവരും നമ്മളും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഇൻസ്പയർ ചെയ്തിട്ട് തന്നെയാണ് അവര് ആ ഒരു ട്രെൻഡിങ്ങിൽ വന്നപ്പോൾ തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായി. അപ്പൊ ഒന്നുകൂടി നമുക്ക് ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു സാധനം ഇൻസ്പയർ ആയിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ കോപ്പി ഒരിക്കലും കോപ്പി ഞാൻ ഇത് കമന്റ് കണ്ടോണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. നമ്മള് കണ്ട് കുറെ കമന്റ്സ്. ഇപ്പൊ ഈ ഭജൻ നിങ്ങളുടെ ഈ ഒരു ലൈഫിലേക്ക് വന്നിട്ട്, അല്ലെങ്കിൽ ഭജൻ ഇങ്ങനെ പാടി തുടങ്ങി നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യുന്ന പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്? ഒന്നാമത് ഭയങ്കര റിലീഫ്. മീൻസ് നമുക്കിപ്പോൾ നോർമലി ഇപ്പോൾ ഒന്നാമത് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുമ്പോൾ നമ്മളുടെ ഒരു എന്താ പറയുക ടീമായിട്ട് ഇരിക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ട്. പ്ലസ് ഈ ഒരു ഭക്തിഗാനങ്ങളും ഈ ഒരു ഭജൻസ് ഒക്കെ വരുമ്പോൾ ആ ഒരു ഡിവോഷണൽ എന്താ പറയുക ഭയങ്കര റിലാക്സിങ് ആണ്. അതായത് നമ്മൾ കുറേ ആൾക്കാർ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അതിൻ്റെതായ കുറേ സ്ട്രെസ് ഉണ്ട്. PG ചെയ്യുന്നവരായാലും മ്യൂസിക്കിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം എങ്ങനെയല്ല നമുക്കൊന്ന് സ്ട്രെസ് റിലീഫ് ചെയ്യാം. എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ നല്ല വൈബാണ്. നമ്മൾ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും, ഓരോ ആക്ടിവിറ്റീസ്. പിന്നെ മെയിനായിട്ട് തന്നെ ഓരോ എന്താ പറയുക ഭക്തിഗാനങ്ങൾ കേൾക്കുക,
ഇതിന്റെ ഓരോ എങ്ങനെയാണ് ഏത് പോർഷൻസ് നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്യാം. പ്ലേലിസ്റ്റ് ഒക്കെ ചേഞ്ച് കൂടുതൽ ഇപ്പൊ ഡിവോഷണലി കൂടുതൽ ചെയ്യുന്നതുകൊണ്ട് കേൾക്കാറുള്ളൂ. അതായത് പുതിയ പുതിയ അപ്ഡേഷൻസ് എങ്ങനെ വരുത്താം എന്നുള്ളത് നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ സിസ്റ്റേഴ്സ് ആണ്? അതെ. നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും നിങ്ങളാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഈ ആളുകളൊക്കെ കോർഡിനേറ്റ് ചെയ്യുമ്പോഴേക്കും ഇന്ന ആളെ തന്നെ ചൂസ് ചെയ്യണം അങ്ങനെ ഉണ്ടായിരുന്നോ, അതോ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നപ്പോ അങ്ങനെ ആൾക്കാരെ ചൂസ് ചെയ്ത് തന്നെയായിരുന്നു? ചൂസ് ചെയ്തതാണ്. നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ആൾക്കാരെ തന്നെയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടില്ല. കാരണം ഒരു ടീമായിട്ട് നമുക്കൊരു കോർഡിനേഷൻ വേണമല്ലോ. അപ്പൊ നമുക്ക് ഓക്കെ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം, അതുപോലെ തന്നെ നമ്മളെടുത്ത് നല്ല രീതിക്ക് കോപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. അപ്പം എല്ലാരും എന്താ പറയാ അറിയുന്ന ആൾക്കാരാണ് എല്ലാരും. അപ്പൊ അങ്ങനെ ഇവരെല്ലാരും മ്യൂസിക് പഠിച്ച ആൾക്കാരാണ്. പക്ഷെ ഞാൻ മാത്രം മ്യൂസിക് പഠിച്ചിട്ടില്ല. ഏച്ചി പാടുന്ന കേട്ട് അങ്ങനെ ചെറുപ്പത്തില് പാടുന്നല്ലോ. അങ്ങനെയാ മൊത്തത്തില് ആളെന്നെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നതാണ്. അത് കേട്ട് കേട്ട് പഠിച്ചതാണ്. ഇഷ്ടം, അതിനോട് ഇഷ്ടം തോന്നിയിട്ട് വന്നതാണ്. നമുക്ക് ഇനി ഒരു പെർഫോമൻസ് ഒന്ന് കണ്ടാലോ? ഏതാ നിങ്ങൾ ഇഷ്ടപ്പെട്ടൊരു? ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ വെറുപോലെ തീർക്കണം മുൻപിൽ. പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ വെറുപോലെ തീർക്കണം മുൻപിൽ. വേദാന്ത പൊരുളിൻ ആധാരശിലയെ കാരുണ്യക്കട കണ്ട കലികാല പ്രഭുവേ കണി കാണാൻ മുന്നിൽ ചെല്ലുമ്പോൾ ദുഃഖങ്ങൾ കർപ്പൂരത്തിരയായി കത്തുമ്പോൾ അയ്യപ്പൻ കളപച്ചാർത്തണിയാൻ നിൽക്കുമ്പോൾ നെയ്യഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരുവമൃതത്വം സ്വാമിക്ക് നെയ്യഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരുവമൃതത്വം സ്വാമിക്ക്. അടിപൊളി. നിങ്ങളുടെ ഈ പേരുണ്ടല്ലോ, ഈ സിതാനി എന്നുള്ള ഒരു പേര്, ആ ഒരു പേര് ആരാ ചൂസ് ചെയ്തത്? അതെങ്ങനെയാണ് മനസ്സിലേക്ക് വന്നേ ആ ഒരു സിതാനി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേര്? ചെറിയൊരു സ്റ്റോറിയാണ്. അതായത് നമ്മളിങ്ങനെ ടീമൊക്കെ ആയി എല്ലാം റെഡിയായി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പേര് വേണം. അപ്പൊ ഒരുപാട് പേര് ചാറ്റ് GPT നമ്മൾ ഇതാണ് നമ്മളൊരു സംഭവം എന്നൊക്കെ പറഞ്ഞ് കുറെ അല്ല പറയട്ടെ ചാറ്റ് GPTന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അതിൽ കുറെ സജഷൻസും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ അതൊന്നും ഇഷ്ടായില്ല. പിന്നെ അതേപോലെ എന്താ ദേവീന്റെ കുറെ പേര് അങ്ങനെയൊക്കെ നമ്മൾ കുറെ നോക്കി. അപ്പൊ ഈ മൈൻഡിൽ ഫുള്ളി പാട്ടിന്റെ മീൻസ് ഈ ഒരു ടീമിന്റെ പേര് വേണം, എന്താ പേര് എല്ലാരും അത് നോക്കിയായിരുന്നു, സെർച്ച് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ രാത്രി ഉറങ്ങിയിട്ട് ഇതന്നെയാണല്ലോ മൈൻഡിൽ കുറച്ച് ദിവസമായിട്ട് ഇതന്നെയാണ് പേര് തന്നെയാണ് മൈൻഡിൽ. അപ്പൊ ഇങ്ങനെ രാത്രി ഒരു 2:30 എന്റെ മൈൻഡിൽ ഇങ്ങനെ വന്നൊരു പേരാണ് സിത്താനി. ഒരു 2:30-3 മണി ആ ഒരു ടൈം. അടിപൊളി. അപ്പൊ തന്നെ ഞാൻ എണീറ്റ് ചാറ്റ് GPT അപ്പൊ തന്നെ എണീറ്റ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. പക്ഷെ അതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നും ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു എന്താ ഇതിന്റെ മീനിങ് എന്നുള്ളത്. അതിൽ മീനിങ് എന്തോ ചൈനീസിൽ ഞാൻ മുന്നേ സർനെയിം ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, അത്രമാത്രമേ കിട്ടിയിട്ടില്ല. ബാക്കി മീനിങ് എല്ലാരും ചോദിക്കും എന്താ മീനിങ്. നമ്മളൊരു എന്താ പറയാ സിതാനി അങ്ങനെ പ്രൊനൗൺസ് ചെയ്യലുണ്ട് ചിലവര്, ഗേൾസ് ആയോണ്ടാണെന്ന് തോന്നുന്നു. പക്ഷെ സിത്താനി അത് അങ്ങനെ തന്നെയാണോ പ്രൊനൗൺസ് ചെയ്യാ? സിത്താനി. ഞാൻ ആദ്യമേ നിങ്ങളുടെ റീൽസ് ഒക്കെ കാണുമ്പോഴേക്കാണ് ഭയങ്കര രസമുണ്ടായിരുന്നു. അതായത് പെൺകുട്ടികളെ നമ്മള് ആൺകുട്ടികൾ പാടുന്നതൊക്കെ കേട്ടിട്ടുണ്ട്, പെൺകുട്ടികളും പാടുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും എല്ലാരും കൂടി ഗ്രൂപ്പ് ഓഫ് ഒരു കുട്ടികൾ ഇരിക്കുമ്പോഴേക്കും ഭയങ്കര രസമായിട്ട് തോന്നി. ഇപ്പം നിങ്ങക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടായതോ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഓർമ്മയില്ല എനിക്ക്. അതായത് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് തന്നെ ചെയ്തപ്പോ അത്രയും നമ്മൾ നല്ല ടെൻഷനിലായിരുന്നു, എങ്ങനെയാണ് ആൾക്കാർ എന്ത് റെസ്പോൺസ് ചെയ്യാൻ. കാരണം നന്ദാവിന് അത്രയും ട്രെൻഡായി നിൽക്കുന്ന സമയത്തായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ഒരു ഇതിൽ ചെയ്തു ഇറങ്ങാൻ നോക്കുമ്പോൾ കുറച്ച് അമ്മമ്മമാര് ചേച്ചിമാരൊക്കെ വന്നിട്ട് നന്നായിട്ട് നമ്മൾ ആസ്വദിച്ചു, അവരെ നന്നായി കൈയൊക്കെ അടിച്ച് നമ്മളെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ പെട്ടെന്ന് നല്ലൊരു സന്തോഷം ഉണ്ടായി. അവരങ്ങനെ അതായത് പ്രായമായ അവരെടുക്കുന്ന നമുക്കൊരു അനുഗ്രഹം പോലെ തോന്നിയത്.
ഇപ്പം ആളുകളൊക്കെ ഇങ്ങനെ പാടുന്നതും കൂടുതലും ഒക്കെ സിനിമാ ഗാനങ്ങളാണല്ലോ കൂടുതലും പാടുക. ഇപ്പൊ ഈ ഭജൻ ആ ഒരു രീതിയിലേക്ക് അതിനെ കൊണ്ടുവന്നപ്പോ നിങ്ങൾ എന്തുമാത്രം സ്ട്രഗിൾസ് അതിനകത്ത് നേരിട്ടിട്ടുണ്ടായിരുന്നു? അല്ലെങ്കിൽ ഇതിപ്പോ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ മൊത്തം നമ്മള് മാനേജ് ചെയ്യണം. അപ്പോ എങ്ങനെയായിരുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ? പാടായിരുന്നു? ഒന്നാമത്തേത് വെച്ചാൽ എല്ലാരും ഓരോരോ സ്ഥലത്താണ്, പഠിക്കുന്നതാണ്, വർക്ക് ചെയ്യുന്ന എല്ലാരും ഓരോരോ സ്ഥലത്താണ്. അപ്പൊ നമ്മൾ ഒന്നാമത് 9 ആൾക്കാരുണ്ട് നമ്മുടെ ടീമിൽ. അപ്പൊ 9 ആൾക്കാരെ ഒന്നിച്ച് വരിക, പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് ഒന്നാമത് ഇപ്പൊ എക്സാമിന്റെ ഒരു ടൈമും കൂടെ ഒക്കെ ആയപ്പോഴേ എല്ലാരും ഒന്നിച്ച് വരിക, പ്രാക്ടീസ് സെഷൻ ആണ്. നമ്മളപ്പോ ഓൺലൈൻ ഒക്കെ ആയിട്ടാണ് ജോയിൻ ചെയ്യുക. പക്ഷെ എല്ലാരും നല്ല കോപ്പറേറ്റീവ് ആണ്, അതുകൊണ്ട് നല്ല രീതിക്ക് അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല? കുഴപ്പങ്ങളൊന്നും ഇല്ല. ഇപ്പം ഈ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കൊക്കെ ഉണ്ടല്ലോ, നിങ്ങക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ കണക്ട് ചെയ്യാനായിട്ടൊക്കെ? അതായത് പല ടൈമിലായിരിക്കും ഓരോ ആൾക്കാരൊക്കെ ഫ്രീ ആവുന്നത്. അങ്ങനെ എങ്ങനെയാ? ഇവരൊന്നും മിണ്ടുന്നില്ല. ഇതിപ്പോ പറഞ്ഞ പോലെ ഞാൻ മ്യൂസിക് ഇങ്ങനെ കോളേജിൽ പോയി പഠിക്കുന്നില്ല. ഞാനൊരു 23 വർഷമായിട്ട് മ്യൂസിക് പഠിക്കുന്നുണ്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒരു പ്രാവശ്യം അനഘേച്ചി എന്നെ വിളിച്ചു, ഞാൻ ഇവരുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്തു. ഞാനിപ്പോ ശരിക്കും പഠിക്കുന്ന BEd ആണ്. അപ്പൊ BEdന് അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ് ഇപ്പൊ, കാരണം ഫൈനൽ ഇയർ ആയി. അപ്പൊ അങ്ങനെ ഇവരെ പ്രാക്ടീസ് വെക്കുന്ന സമയത്ത് എത്തിച്ചേരാൻ പറ്റാത്ത ബുദ്ധിമുട്ടും ചില പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നമ്മളത് എങ്ങനെയല്ലോ കൂടി മാനേജ് ചെയ്ത് പോകുന്നു. ഇപ്പം പങ്കെടുക്കാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, അപ്പൊ അത് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക? അത് ഏതെങ്കിലും ആൾക്കാരെ അറേഞ്ച് ആയിട്ട് വെച്ചിട്ടുണ്ട് 2-3 ആൾക്കാരെ. അപ്പം ആരെങ്കിലും അവൈലബിൾ അല്ലാതെ ഇരിക്കുമ്പോൾ അവര് ജോയിൻ ചെയ്യും. നിങ്ങൾ എല്ലാരും കൂടി പോയിട്ടുള്ള ഒരു പ്രോഗ്രാം ഏതാ? ആദ്യത്തെ പ്രോഗ്രാം? പ്രോഗ്രാം ആയിരുന്നു. 10 ആൾക്കാരുണ്ടായിരുന്നു. 10 ആൾക്കാരുണ്ടായിരുന്നു. ശരിക്കും നിങ്ങളുടെ ഗ്രൂപ്പില് 10 ആൾക്കാരാണ്? 10 ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ ആക്ച്വലി ഇപ്പൊ നമ്മള് എണ്ണം പറയുകയാണെന്നുണ്ടെങ്കിൽ 10-14 ആൾക്കാരുണ്ട് ടോട്ടൽ. മറ്റേ സബ്സ്റ്റിറ്റ്യൂട്ട് ആൾക്കാരൊക്കെ കൂടെ കൂട്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കൂടി പോയിട്ടുള്ള ആ ഒരു പ്രോഗ്രാം ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ പ്രോഗ്രാമാണ് എല്ലാരും കൂടെ വന്നിട്ടുള്ളത്. ഈ വീട്ടുകാരൊക്കെ എന്താണ് ഇത് തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞത്? വീട്ടിലുള്ള ആൾക്കാരെ സന്തോഷം, ഭയങ്കര സപ്പോർട്ടായിരുന്നു. എല്ലാരും ഇതുപോലെ എന്താ പറയാ, എല്ലാവർക്കും സ്റ്റേജിൽ എല്ലാരും പഠിക്കുന്നുണ്ട്, മ്യൂസിക് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. മ്യൂസിക് ടീച്ചറായിട്ടാണ് ഞാനാണെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ സ്റ്റേജ് പെർഫോമൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്നില്ല എന്നുള്ളൊരു പരാതി വീട്ടിലുണ്ടായി. ഭയങ്കര സ്റ്റേജ് ഫിയർ ആണ് എനിക്ക്. പക്ഷെ എന്നാ പോലെ ഇപ്പൊ മ്യൂസിക് ടീച്ചറാണ്. പക്ഷെ ഇപ്പൊ ശരിക്കും ഫുള്ളായിട്ട് ചേഞ്ച് ആയി. ഇത് സിത്താന് തുടങ്ങിയതിന് ശേഷം ഇപ്പൊ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി. അതായത് ചേച്ചി എങ്ങനെയാണോ വീട്ടിലെല്ലാരും കാണാൻ ആഗ്രഹിച്ചത് അതിപ്പൊ കണ്ടോണ്ടിരിക്കുമ്പോ വീട്ടിലെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. എന്താ പറയാ, ഗ്രൂപ്പായിട്ടല്ലാതെ ഒറ്റയ്ക്ക് എങ്ങനെ ഭയങ്കര എന്താ പറയാ പെർഫോമൻസ് ഒക്കെ ചെയ്യണം എന്നുള്ളതായിരുന്നു വീട്ടിൽ. വീട്ടില് അതായത് ചേച്ചി മ്യൂസിക് ഫീൽഡിലേക്ക് തന്നെ പോകണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ചേച്ചി അന്നേരം വേറെ പല കാര്യങ്ങളിലും ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ടാണ് ഉണ്ടായത്. അതായത് അങ്ങനെയല്ലേ? ഇല്ല അങ്ങനെയില്ല, അല്ല വേറെ പല കാര്യങ്ങളും തെറ്റിദ്ധരി അങ്ങനെയല്ല. അല്ല വേറെ പഠിത്തം അങ്ങനത്തെ യൂട്യൂബ് ചാനല്, പിന്നെ കൃഷി, അങ്ങനെ പിന്നെ ടീച്ചിങ്. ഏട്ടനും ചേച്ചിയും ഹസ്ബൻഡ് ഇപ്പൊ പുറത്താണ്. അപ്പൊ അതിന് മുന്നേ ഇവര് കൃഷിയൊക്കെ ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായത്. പിന്നെ മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യും. പക്ഷെ ഈ പെർഫോമൻസ് ചെയ്യുന്നത് ഭയങ്കര കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാരും ഭയങ്കര ഹാപ്പിയാണ്. ഒരു എക്സ്പീരിയൻസ് അറിയാം. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തായിരുന്നു ടീച്ചറായിട്ട് നമുക്ക് ഉണ്ടായിരുന്നത്. സെയിം ഇയർ ആയിരുന്നു നമ്മൾ രണ്ടാളും ജോയിൻ ചെയ്തത്, ടീച്ചറായിട്ടും സ്റ്റുഡന്റ് ആയിട്ടും. അപ്പൊ ഒരു സ്റ്റേജില് ഇവര് രണ്ടാളും എന്റെ സ്റ്റുഡൻസ് ആണ്. ഇവര് രണ്ടുപേരും. അപ്പോ ഒരു കൾച്ചറൽ പ്രോഗ്രാമിന് ഇങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നമ്മളൊക്കെ ചെയ്തു. അപ്പോൾ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അരങ്ങം ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോ മിസ്സിനെ വിളിച്ചു. കാരണം ഭയങ്കര നമ്മളായിട്ട് നന്നായിട്ട് ഫ്രണ്ട്ലി ആയിരുന്നു അന്ന്. ആ സമയത്ത് നമുക്ക് ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് പ്രായം അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളെ ആ ഒരു സ്കൂൾ ടൈമേ ഉണ്ടായിരുന്നു. പക്ഷെ കോളേജിലെത്തിയപ്പോഴാണ് ഇങ്ങനത്തെ ടീച്ചറെ കിട്ടിയത്. ശരിക്കും അല്ല ടീച്ചറാന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ അത്ഭുതം ഒരുപാട് കാണിച്ചു ഓവറാവല്ലോ. അല്ല അങ്ങനെ പ്രായമൊന്നുമില്ല. അപ്പൊ ചെയ്യുന്ന സമയത്ത് ആളോട് ചെയ്യാൻ പറഞ്ഞു, ഒരു പാട്ട് പാടാൻ പറഞ്ഞു. വേണ്ട ഞാനില്ല, എനിക്ക് നല്ല പേടിയാണ് സ്റ്റേജില്, ഞാനില്ല കുറെ പറഞ്ഞു. മുന്നേ പെർഫോമൻസ് ചെയ്യാറുണ്ട്, പിന്നെ ഒരു ഇടക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റേജിൽ പാടാത്തോണ്ട് പിന്നെ ഭയങ്കര സ്റ്റേജ് ഫിയർ ആയി. മുന്നേ അങ്ങനെ നിർബന്ധിച്ചിട്ട് സ്റ്റേജിലൊരു കസേരക്ക് ഇട്ട് കൊടുത്തിട്ടാണ് പുള്ളി പാടിയത്.
അത്ര സ്റ്റേജ് അവിടുന്ന് ഇപ്പോഴത്തേക്കുള്ള മാറ്റം നന്നായിട്ട് നമ്മൾ ഞെട്ടിച്ചു. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. അതെ, നേരത്തെ കസേര ഇട്ടെടുത്ത് ഇപ്പൊ ഞങ്ങൾ അതുകൊണ്ട് ഇരുന്നാ പാടുന്നത്. നന്നായിട്ട് ഓഡിയൻസ് ആയിട്ട് നല്ലോണം ഇന്ററാക്ട് ചെയ്യുന്ന ആ ഒരു ലെവലിലെത്തി എന്ന് പറയാം. അതാ പറഞ്ഞത്. നിങ്ങളെ ഈ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഉടനടി നിങ്ങൾ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ എന്താ പറയാ? നമ്മൾ നന്നായിട്ട് ആഹ്ലാദിക്കും, നമ്മളെല്ലാരും ഹഗ് ചെയ്യും. ആണോ? ഇല്ലെങ്കിൽ ഇപ്പൊ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ നമ്മൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഓ കഴിഞ്ഞ് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. നമ്മള് എന്താ പറയാ, ഫസ്റ്റ് നമുക്ക് നല്ല പേടിയുണ്ടായി ഇതെങ്ങനെയാവും കൊണ്ടുപോകാൻ വേണ്ടിട്ട്. ഇപ്പൊ ഒരു 2 മണിക്കൂർ അങ്ങനെ കണ്ടിന്യൂസ് പോകണ്ടേ, അപ്പം ഇതെങ്ങനെയാവുന്നില്ല, നമ്മൾക്ക് ഫസ്റ്റ് ആണല്ലോ ഈ ഒരു ഫീൽഡ്. അപ്പോ ആദ്യത്തെ ഒരു സ്റ്റേജിലൊക്കെ അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടായി. എന്നാലും നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, നമ്മള് ബെറ്റർ ഓരോരോ സ്റ്റേജ് കഴിയുമ്പോൾ നമ്മൾ ബെറ്റർ ആവുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും ഒന്ന് ഹഗ്ഗൊക്കെ ചെയ്ത് നമ്മൾ ആ ഒരു സന്തോഷം എക്സ്പ്രസ് ചെയ്യും. ഈ തുടങ്ങാൻ നേരത്തെ അങ്ങനെ എന്തെങ്കിലും റിച്വലുകൾ? തുടങ്ങാൻ നേരത്തെ എല്ലാരും പ്രാർത്ഥിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യല്. അതിന് പുറമെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യും. അതായത് സ്റ്റേജിൽ നമ്മളെ ബെസ്റ്റ് കൊടുക്കണം എന്നുള്ളൊരു സാധനം എല്ലാരും ബൂസ്റ്റ് ചെയ്തിട്ടാണ് സ്റ്റേജിൽ കയറുക. ഈ പൊതുവേ ഉണ്ടല്ലോ, അത് പറച്ചില് മാത്രമാണ്, നമുക്ക് ഗേൾസിനെ ശരിക്കും അറിയാം. കാരണം ഈ ഗേൾസിന്റെ ഗ്രൂപ്പ് അധികം സിങ്ക് ആവത്തില്ല, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോയിസ്റ്റിക് ആയിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് നമുക്ക് ഗേൾസിന് നമുക്കറിയാം. പക്ഷെ ഈ ഗേൾസിനുള്ള ഒരു ചീത്തപ്പേരാണ്, അത് ബോയ്സ് ആണ് കേട്ടോ കൂടുതലും പറഞ്ഞുണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ട്. അപ്പൊ അത് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? കാരണം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങാൻ പോകുന്നു, അപ്പൊ സൂക്ഷിക്കണം, എന്താണ് പെൺകുട്ടികളൊക്കെയാണ് ഉള്ളത്. വേറെ രീതിയിലല്ല ഞാൻ പറഞ്ഞ, പെൺകുട്ടികളാണ് ഉള്ളത്, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ എന്താ പറയാ, അത് സ്വാഭാവികമാണ്. പെട്ടെന്ന് ഈഗോ ഒക്കെ ക്ലാഷ് വരാനുള്ള ചാൻസ് കൂടുതൽ. അപ്പൊ ഞാൻ ഇവരുടെ അടുത്ത് എപ്പോഴും പറയുന്നത്, നമ്മൾ എന്തുണ്ടെങ്കിലും നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കണം എന്നില്ല. ആ ഒരു സ്പേസ് എപ്പോഴും നമ്മൾ മീൻസ് എന്താണെങ്കിലും പേഴ്സണൽ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നമുക്ക് ഗ്രൂപ്പ് ഉണ്ട്, അപ്പൊ അതിലാണെങ്കിലും എന്താണ് ഡിസ്കംഫേർട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കാം. അപ്പൊ ഒരു ഈഗോ ക്ലാഷ് വരാത്ത രീതിയിൽ നല്ല രീതിക്ക് നമ്മളിപ്പോ പോകുന്നുണ്ട്. അതെ, അങ്ങനെ തന്നെ പോട്ടെ. നമുക്ക് ആ ഒരു അങ്ങനെ തന്നെ പോയിക്കൊണ്ട് നമുക്കൊരു പാട്ട് പാടിയല്ലോ. ശംഖുമില്ല കുഴലുമില്ല നെഞ്ചിന്റെ ഉള്ളിൽ നിന്നീ നഗ്ന സംഗീതം നിൻകാൽക്കൽ വീണലിയുന്നു. ശംഖുമില്ല കുഴലുമില്ല നെഞ്ചിന്റെ ഉള്ളിൽ നിന്നീ നഗ്ന സംഗീതം നിൻകാൽക്കൽ വീണലിയുന്നു. വൃന്ദാവനദി കുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു. വൃന്ദാവനദി കുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു. നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ കുളിരുന്നു. പറയരുതേ രാധയറിയരുതേ ഇത് ഗുരുവായൂരപ്പ രഹസ്യം. രാധൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? രാധൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? പറയൂ നിനക്കേറ്റം ഇഷ്ടം, പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം. രാധൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? അടിപൊളി. ഇനി ഞാൻ എന്റെ ഒരു ഫേവറേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് പാടിത്തരോ? അതൊന്ന് പോസ് ചെയ്യോ? ഞാൻ കട്ടിയില്ല. മറ്റേ മനോഹരി. ഇത് കട്ട് ചെയ്യരുത് കേട്ടോ, പോസ് ചെയ്യോ? മനോഹരി രാധേ രാധേ മുരാരി എന്നിവിടെ പെണ്ണെ പിണങ്ങിയോ കണ്ണൻ നിന്നോടിണങ്ങുവാൻ ചെല്ല് ചെല്ല്. മുകുന്ദന്റെ ഓമൽ ചുണ്ടിൽ മുളം തണ്ട് മൂളി പെണ്ണെ മനസ്സിന്റെ ഉറികളിൽ
സുഗതഗീതം പകരാനില്ല മനോഹരി 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 രാധേ രാധേ മുരാരി എന്നിവിടെ പെണ്ണെ പിണങ്ങിയോ കണ്ണൻ നിന്നോടിണങ്ങുവാൻ ചെല്ല് ചെല്ല് മുകുന്ദന്റെ ഓമൽ ചുണ്ടിൽ മുളം തണ്ട് മൂളി പെണ്ണെ മനസ്സിന്റെ ഉരകളിലൂറി സുഗതഗീതം പകരാനില്ല മനോഹരി 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 രാധേ രാധേ മുരാരി എന്നിവിടെ പെണ്ണെ പിണങ്ങിയോ കണ്ണൻ നിന്നോടിണങ്ങുവാൻ ചെല്ല് ചെല്ല് മുകുന്ദന്റെ ഓമൽ ചുണ്ടിൽ മുളം തണ്ട് മൂളി പെണ്ണെ മനസ്സിന്റെ ഉരകളിലൂറിയ സുഗതഗീതം പകരാനില്ല. അടിപൊളി. ഇത് കേൾക്കാനായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തെന്ന് വെച്ചത്. നിങ്ങളുടെ ഈ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടല്ലോ, അത് ആരെ ഹാൻഡിൽ ചെയ്യുന്നത്? അതിനകത്ത് വരുന്ന മെസ്സേജസ് എന്തൊക്കെയാ? അതായത് ഇപ്പൊ എന്താ പറയാ, അതല്ല ഇപ്പൊ എൻക്വയറീസ് വരും, എന്തായാലും വരും, പക്ഷെ അല്ലാതെ എന്തെങ്കിലും ഫ്ലേർട്ട് ചെയ്തൊക്കെ മെസ്സേജ് വരാറുണ്ടോ? വരാറുണ്ടോ? കുറച്ചൊക്കെ രസമായിരിക്കുമല്ലോ വായിക്കാൻ. നിങ്ങള് എല്ലാരും കൂടി ഇരുന്ന് കഴിയുമ്പോഴായിരിക്കും അത് വായിക്കാൻ. നമ്മൾ രണ്ടാളും വായിച്ചിരിക്കും. ഇവർക്ക് കാണിച്ചു കൊടുക്കില്ല, അത് നിങ്ങൾക്ക് കാണിച്ചിടത്ത കുറെ ഇവർക്ക് ശരിക്കും കാണിച്ചു കൊടുക്കും. എന്തൊക്കെയാണ് അങ്ങനെ വന്നിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു മെസ്സേജ്, അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇപ്പൊ എന്താ പറയാ, നമ്മളെ മീൻസ് പറഞ്ഞോ, എനിക്ക് പറയാം, ഇതൊക്കെ ഒരു രസമല്ലേ, പറ. അല്ല അങ്ങനെ വലിയ കാര്യത്തിനല്ല, മീൻസ് നമ്മളെ ഭയങ്കര ആരാധകരാന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാം. അപ്പൊ നമ്മളത് മീൻസ് നമ്മളങ്ങനെ ഒരു അങ്ങനെ ആരാധകരൊക്കെ അങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. അങ്ങനെയുള്ള മെസ്സേജ് ഒക്കെ കാണുമ്പോ ഒരു കുളിർമ വരും. നിങ്ങൾക്ക് ശരിക്കും എന്തോ അല്ല, നമ്മളിപ്പം പുതിയതാണല്ലോ ഇവിടെ ഈ ഒരു ഫീൽഡിൽ പുതിയതാണല്ലോ. അപ്പൊ ഇപ്പൊ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു അങ്ങനെയുള്ള മെസ്സേജ് ഒക്കെ വരുമ്പോ നമുക്ക് ക്രിഞ്ചാണോന്ന് അറിയില്ല, എന്നാലും ഇപ്പൊ നിങ്ങൾ ഈ പെർഫോമൻസ് ചെയ്യുമ്പോ, സ്റ്റേജിൽ ആ ഒരു പെർഫോമൻസ് നടക്കുമ്പോ, ഈ ഭജന പാടുമ്പോ അല്ലെങ്കിൽ ഭജൻ പാടുമ്പോ നമ്മളിങ്ങനെ കിട്ടുന്നൊരു ഫീല് ഒരു വേറെ തന്നെയായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു പാട്ട് പാടുന്നതിനെക്കാട്ടിലും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിരുന്ന് പാടുന്നുണ്ടെങ്കിൽ അതിന്റെ എനർജി വേറെ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാ ഒരു ഇത്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ച് അങ്ങനെ ഇതാക്കുമ്പോ അങ്ങനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്റ്റേജ്, അങ്ങനത്തെ ഒരു പെർഫോമൻസ് ഭയങ്കര എനർജറ്റിക് ആയിട്ട് ചെയ്തിട്ടുള്ളത് സ്റ്റേജ് മലപ്പുറത്തായിരുന്നു. അത് അതിന് മുന്നേ കാസർഗോഡ് ഉണ്ടായതും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ സ്റ്റേജെല്ലാം നമ്മള് എല്ലാരും നല്ല എൻജോയ് ചെയ്ത് മീൻസ് ഇന്ററാക്ട് ചെയ്ത് മാക്സിമം മീൻസ് ഇപ്പൊ എന്റെ തൊട്ടിപ്പുറത്ത് ഇപ്പം ലാസ്റ്റ് ഉണ്ടായത് ഇപ്പൊ അദീനയായിരുന്നു. അപ്പൊ അവള് ഞാൻ ചില സമയത്ത് ഇങ്ങനെ ഔട്ടാവും സ്റ്റേജിൽ നിന്ന്. ഇപ്പം എന്താ പറയാ, ടെൻഷൻ ഉണ്ടാവും, എന്നാലും നമുക്ക് കാണിക്കാൻ പറ്റില്ല, സോൺ ഔട്ട് ആവും. അപ്പൊ ഇവള് എന്നെ മുട്ടും ഇങ്ങനെ, എന്താണ് അവള് നോക്കി ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിട്ട്. ഇതിലെന്നെ മുഴുകി പെട്ടെന്ന് കിളിയാവും, അങ്ങനെയാന്ന് ഇടക്ക് ഔട്ടാവും ഫുള്ള്. എന്റെ അടുത്തിരിക്കുമ്പോ ഞാൻ ഇവരുടെ അടുത്ത് പറയും, മീൻസ് ഇവരെല്ലാരും നല്ല ആക്റ്റീവായിട്ട് ഇരിക്കും, ഞാൻ ചിലപ്പോ പെട്ടെന്ന് കുറച്ച് സോൺ ഔട്ട് ആവും. ഭാരം മൊത്തം തലയിൽ ചോക്കുന്നത് കൊണ്ടായിരിക്കാം. അപ്പൊ ഞാൻ ഇവരുടെ അടുത്ത് എന്റെ അടുത്ത് ഇരിക്കുന്നവരുടെ അടുത്ത് പറയാം, എന്നെ മുട്ടണം അല്ലെങ്കിൽ എന്നെ വിളിക്കണം എന്നൊക്കെ പറയും. നിങ്ങൾ ഈ ഭജൻ പാടി തുടങ്ങിയ പിന്നെ ആരെങ്കിലും ഭയങ്കര സ്പിരിച്വൽ ആയിട്ട് മാറിയ ആൾക്കാരുണ്ടോ ഈ കൂട്ടത്തില്? ഭയങ്കര ദൈവവിശ്വാസി അല്ലേ അല്ല, ഇപ്പോഴും അല്ല. ഞാൻ അമ്പലങ്ങളിൽ പോവും, ഞാൻ അങ്ങനെ എന്താ പറയാ അധികം പറയണ്ട, വിശ്വാസത്തിന് എതിർക്കുന്ന ആളൊന്നല്ല. പക്ഷെ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ അങ്ങനെയാണ്. പക്ഷെ ഞാൻ എല്ലാം എൻജോയ് ചെയ്യുന്നു, ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താ പറയാ, എനിക്ക് എന്റെ സ്ട്രെസ് എല്ലാം ഭയങ്കരമായിട്ട് കുറയും പാട്ട് പാടുമ്പോ കിട്ടുന്നുണ്ട്. നിങ്ങളില് ഈ ഇമോഷണലി ഭയങ്കര എല്ലാം ഇമോഷണലി എടുക്കുന്ന ഒരാളാരാ? ഓൾവേസ് അനഘേച്ചി. അവിടെന്ന് എന്നെ ഇപ്പൊ വരും, എനിക്കിട്ട് എന്ന് പറയുന്നത് എനിക്ക് വരുന്ന എല്ലാം കാണാൻ പറ്റേ. ഇവളത് എനക്കെ അറിയും, മീൻസ് ഇവള് പൊതുവെ എല്ലാരും മുമ്പിലെത്തുമ്പോ ഇവളാണ് എല്ലാം സിറ്റുവേഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യുക. പക്ഷെ വെറുതെയാണ് ശരിക്കും ആള് ഭയങ്കര, ഞാൻ ഭയങ്കര ബോൾഡാണെന്നൊക്കെ വിചാരിക്കും, പക്ഷെ അങ്ങനെ അനഘേച്ചി എന്ന് വെച്ചാല് ആദ്യം ഇമോഷൻ
കരച്ചിലാണ്. ആ. ആള് വേറൊന്നല്ല, പക്ഷെ ആദ്യം വരുന്നത് ആള് വിചാരിക്കും ഭയങ്കര പെട്ടെന്ന് ഓവറായിട്ട് ഇമോഷൻസ് കാണിക്കുന്നു വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ആള് പെട്ടെന്ന് കരഞ്ഞിട്ടാണ് ബാക്കിയെല്ലാം റെഡി. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാനും അങ്ങനെ തന്നെയാ. എനിക്കും പെട്ടെന്ന് കരച്ചിൽ വരും. പിന്നെ അത് കഴിഞ്ഞിട്ടേ ഞാൻ ആലോചിക്കുള്ളൂ, ഇങ്ങനെ കരയുണ്ടായിരുന്നു വേണ്ടായിരുന്നു എന്നൊക്കെ നാണക്കേട്. നിങ്ങക്ക് ഫേവറേറ്റ് ഒരു ഭജൻ എന്ന് പറയണത്, അതായത് എല്ലാം ഫേവറേറ്റ് തന്നെയാണ്, പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര മനസ്സിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ഭജൻ ഏതാന്ന് ചോദിച്ചാൽ ഏത് പറയും? സോങ് ആണോ? അഴകാന പഴനിമല. അത് പാടാം. പറയണ്ടായിരുന്നു. അത് ഫേവറേറ്റ് ആണ്. അഴകാന പഴനിമലയാണ്ടവാ, അഴകാന പഴനിമലയാണ്ടവാ, ഉന്നെ അനുദിനവും പാട വந்தேன் വേലവാ. അഴകാന പഴനിമലയാണ്ടവാ, ഉന്നെ അനുദിനവും പാട വந்தேன் വേലവാ. വള്ളിമയിൽ നാഥനേ വാവടി വേലനേ, വള്ളിമയിൽ നാഥനേ വാവടി വേലനേ, വരവേണ്ടും മയിൽ മീത് മുരുകയ്യനേ, വരവേണ്ടും മയിൽ മീത് മുരുകയ്യനേ, മുരുകാ 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 മുരുകാ. അഴകാന പഴനിമലയാണ്ടവാ, ഉന്നെ അനുദിനവും പാട വந்தேன் വേലവാ. അടിപൊളി. ഇപ്പൊ നിങ്ങളുടെ പാട്ടൊക്കെ ആരാ ചൂസ് ചെയ്യുന്നത്? കോസ്റ്റ്യൂംസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ആരാ ചൂസ് ചെയ്യുന്നത്? എല്ലാം ചോദിക്കണ്ടല്ലോ അല്ലേ? കോസ്റ്റ്യൂം ഡിസൈനർ പറയൂ, എന്താ നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ സ്ട്രഗിൾസ് മാത്രമേ ഉള്ളൂ. അതായത് എല്ലാരെയും ഇഷ്ടങ്ങൾ നമ്മൾ നോക്കണം, ഒന്നാമത്തെ കാര്യം. അപ്പൊ ഒന്നൊരാൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ചിലപ്പോ മറ്റുള്ളവർക്ക് അത് ഇഷ്ടമാവണം എന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? മാക്സിമം എല്ലാരും അതില്ല, അതുകൊണ്ട് നോക്കില്ല, ഒറ്റ വാക്കിൽ എല്ലാരും സമ്മതിപ്പിക്കുക. അതാ മെയിൻ. അതൊരു മീൻസ് ഇത് സൂപ്പർ ആയിരിക്കും എന്ന് പറയും. അപ്പം പിന്നെ എല്ലാരും എന്താ അറിയില്ല, അവിടെ സമ്മതിക്കും ലാസ്റ്റ്. ഇത് ഞാൻ പേടിച്ചിട്ട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ വിചാരിച്ചിനി എല്ലാവരുടെയും സാറ്റിസ്ഫൈ ചെയ്തിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം ചില ആൾക്കാർക്ക് ചില കളറുകൾ ചേരില്ല, അല്ലെങ്കിൽ ചില നമുക്കൊക്കെ അങ്ങനെയുള്ളതാണല്ലോ. ആണുങ്ങൾ പിന്നെ എന്തിട്ടാലും അങ്ങ് പോകും, പെണ്ണുങ്ങൾക്കത് പറ്റില്ല. അപ്പോ എല്ലാരും നോക്കി, അതായത് എന്താ പറയാ, നല്ല കളേഴ്സ് നോക്കി ചൂസ് ചെയ്യും. ഫസ്റ്റ് റെഡ് കളർ എടുത്തപ്പോ എല്ലാവർക്കും ഇത് റെഡി ആവോന്നില്ല സാധനം ഉണ്ടായി. പക്ഷെ നല്ല രസമായിരുന്നു ആ ഒരു. ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ഒക്കെ ഇടുമ്പോഴേക്കും ഉണ്ടല്ലോ, നിങ്ങൾ കറക്റ്റ് പാട്ടൊക്കെ ഇങ്ങനെ ചൂസ് ചെയ്ത് അങ്ങനെയാണോ ഇടുക? അതായത് ട്രെൻഡിങ് ആവും എന്ന് തോന്നുന്ന ആ തരത്തിലുള്ള സോങ്സ് ആണ് കൂടുതലും ചൂസ് ചെയ്യുക? അതാരാ പാട്ട് ചൂസ് ചെയ്യുന്നത്? പക്ഷെ എല്ലാരും ഒരുമിച്ചുണ്ടാവില്ലല്ലോ. നിങ്ങൾ ആ അടുത്ത് തന്നെയാണോ എല്ലാരും? അല്ല, നല്ല ലോങ് ഉണ്ട്, 1 മണിക്കൂർ ഏകദേശം ഉണ്ടാവും. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മള് എല്ലാരും കൂടി വരും. നിങ്ങക്ക് എന്തോ പറയാൻ വന്നില്ലേ? ആണോ? ഈ പ്രാക്ടീസ് ടൈം ആണോ ഏറ്റവും ഇഷ്ടം, അതോ പെർഫോമൻസ് ചെയ്യുന്ന സ്റ്റേജ് ആ ഒരു ടൈം ആണോ ഇഷ്ടം? സ്റ്റേജ് ടൈം വേറൊരു വൈബാണ്, പ്രാക്ടീസ് വേറെ തന്നെ ഒരു വൈബാണ്. അധികം നമുക്ക് പ്രാക്ടീസ് സെഷൻ അധികം കിട്ടലില്ല, എല്ലാരും ഡിസ്റ്റൻസ് ആയതുകൊണ്ട്. നമ്മൾ പാട്ടൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് പോർഷൻസ് ഒക്കെ നമ്മള് എല്ലാം പറഞ്ഞ് സജഷൻസ് നമ്മളിങ്ങനെ പറയും, ഇത് ചൂസ് ചെയ്യാ അത് ചൂസ് ചെയ്യാം. പക്ഷെ എല്ലാവർക്കും അത് പിച്ച് ചിലപ്പോ എല്ലാവർക്കും ഓക്കെ ആവില്ല. പ്രാക്ടീസ് സെഷൻ നമുക്ക് എല്ലാരും ഇപ്പൊ നമ്മള് ഇൻസ്ട്രുമെന്റ്സ് ചെയ്യുന്നത് ശരണപ്പൂ ടീമാണ്, സിദ്ധാർത്ഥ് അവരൊക്കെയാണ്. അപ്പൊ അവരെല്ലാം എറണാകുളം സെറ്റിൽഡ് ആണ്. അപ്പൊ നമുക്ക് അവർ ഒന്നിച്ചിരുന്നിട്ട് പ്രാക്ടീസ് സെഷൻ ഭയങ്കര കുറവാ കിട്ടുന്നത്. പക്ഷെ അവര് നല്ല സപ്പോർട്ടാണ്, ഭയങ്കര സപ്പോർട്ടാണ്. അവര് നമ്മളെങ്ങനെയാണോ നമ്മളെ നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്യും. സ്റ്റേജിലായി കഴിഞ്ഞാലും നല്ല രീതിക്ക് അവരും കൊണ്ടുപോകും. നമ്മളിപ്പോ പ്രാക്ടീസ് നമ്മളല്ലേ അത്രേ ചെയ്തിട്ടില്ലോ, എന്നാൽ പോലും അല്ല എല്ലാ പരിപാടിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യല അന്ന് മോർണിംഗ് തൊട്ട് ഒരു ഉച്ചവരെയുള്ള ടൈമിലായിരിക്കും. അത് ബാക്കിയെല്ലാം നമ്മൾ ഓൺലൈൻ ആയിട്ട് അങ്ങനെ വിളിച്ചിട്ടും ഗ്രൂപ്പിലൊക്കെ സംസാരിച്ചിട്ടാണ് നമ്മൾ പ്രാക്ടീസ് സെഷൻ
കൂടുതലും പോലെ. അതായത് പ്രാക്ടീസ് സെഷനിൽ എനിക്ക് വരാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഞാൻ PG പാലക്കാട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇങ്ങോട്ട് ട്രാവൽ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവര് ഇങ്ങനെ വീഡിയോ കോൾ വിളിച്ച് ചെയ്യുമ്പോൾ ആയാലും എനിക്ക് ഒട്ടും റേഞ്ച് ഉണ്ടാവില്ല. ഞാൻ വെറുതെ ഫുള്ള് കട്ടായിരിക്കും. ഇവരൊന്നും പറയുന്നത് ആ അങ്ങനത്തെ ആ ഒരു ഇതിൽ എനിക്ക് കണക്ഷൻസ് കിട്ടാറില്ല. ഞാനിങ്ങനെ വെറുതെ പിന്നെ ഞാൻ വോയിസ് കോൾ ചെയ്യും, എന്തൊക്കെയാണ് ഇന്ന് പ്രാക്ടീസിൽ ഉണ്ടായത് അങ്ങനെ ചോദിക്കും. അല്ലാണ്ട് ഞാൻ പാടാറ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വളരെ കുറവാണ്. ഈ ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഇപ്പം ക്ലാസ് ടൈമിലൊക്കെ ഒരു പ്രാക്ടീസ് വെക്കാറുണ്ട്, അതോ രാത്രി ആയിരിക്കും നിങ്ങളുടെ പ്രാക്ടീസ് ടൈം ഒക്കെ? എല്ലാരും പഠിക്കുന്നതാണ്. അവര് രണ്ടുപേരും മാത്രം ഒന്നും സംസാരിച്ചിട്ടില്ല. തുടങ്ങിക്കോ. പ്രാക്ടീസ് പ്രാക്ടീസ് ടൈം രാത്രിയാന്ന് അനുകരിച്ച് പൊതുവെ ഷെഡ്യൂൾ ചെയ്യൽ. കാരണം എല്ലാവർക്കും കുറച്ചും കൂടി ഫ്രീ ആവല് രാത്രി സമയങ്ങളിലായതുകൊണ്ട് രാത്രി ആയിരിക്കും. പിന്നെ എല്ലാവർക്കും അവൈലബിളായ ഒരു സാറ്റർഡേയോ സൺഡേയോ ഇരിക്കാന്നുള്ളൊരു പ്ലാൻ. അത് ഭയങ്കര ചുരുക്കമാണ്. ഞങ്ങളെല്ലാവരും അവൈലബിളായി കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അനുകരിച്ച് മാക്സിമം അനുകരിച്ച് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ എല്ലാവരെയും വിളിച്ച് മാക്സിമം എല്ലാവരെയും കംഫർട്ടാക്കി എത്തിച്ച് കൊണ്ടുപോകാനൊക്കെ ഏച്ചി തന്നെയാണ് അടിപൊളി. നിങ്ങളുടെ ഈ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ വരാറുണ്ടല്ലോ, അതൊക്കെ കാണുമ്പോഴേക്കും എന്തായിരിക്കും? അതായത് ലൈവ് സ്ട്രീം ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്താ പറയാ റിയാക്ഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ? കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങള് ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഒരു ഗ്രൂപ്പ് തുടങ്ങി അത് ഇത്ര ഒരു വിജയത്തിലേക്ക് എത്തുന്നു. അപ്പം ഒരു സന്തോഷമല്ലേ ഇതൊക്കെ കാണുമ്പോഴേക്കും? എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ കൂടെ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. അത് ഓർത്തിട്ട് എന്താ ഫീൽ ചെയ്യണേ? ഭയങ്കര പ്രൗഡ് ഫീൽ. അത് നമ്മള് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു ടീം ഫോം ചെയ്തു. അപ്പൊ അതില് എന്താ പറയാ, എല്ലാരും വന്നത് എല്ലാരും അൺഎക്സ്പെക്ടഡ്. ഇതില് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു 2-3 ആൾക്കാരേ ഉള്ളൂ. ബാക്കിയെല്ലാം പെട്ടെന്ന് ജോയിൻ ചെയ്ത് അങ്ങനെ സിങ്ക് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ നമ്മളെല്ലാരും കൂടി പ്രാക്ടീസ് സെഷൻ വെക്കുന്നു. അപ്പൊ 2-3 റീൽസ് എടുക്കുന്നു. അത് നല്ല രീതിയിൽ റീച്ച് ആവുന്നു. പിന്നെ എന്താ പറയാ, പ്രോഗ്രാമിന്റെ റീൽസ് ആയി കഴിഞ്ഞാലും ആ ടൈമിലാണ് നമുക്ക് പ്രോഗ്രാംസിന്റെ റീൽസ് ഇട്ടപ്പോഴാണ് നല്ല റീച്ച് കിട്ടിയത്. അപ്പോ ഇത് റിയാക്ഷൻ ഒക്കെ വരുമ്പോ നമ്മള് ഒന്നാമത് നമ്മൾ ഇതൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ നമ്മളൊരു സന്തോഷത്തിന് ചെയ്തു. പക്ഷെ ഇത് നല്ല രീതിക്ക് ഒരു റീച്ച് ഒക്കെ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ എടുത്ത് റിയാക്ട് ചെയ്തപ്പോഴും നമ്മൾ ചിലത് നമ്മളങ്ങനെ കണ്ടിട്ടുണ്ടായില്ല. നമുക്കിങ്ങനെ ആൾക്കാർ അയച്ചൊക്കെ തന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പൊ ആളുകൾ പറയുമല്ലോ, ഈ സ്ത്രീകളായതുകൊണ്ട് ഒരു ഭയങ്കര സ്ട്രഗിൾ നേരിടേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രഗിൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ഇപ്പം ആണുങ്ങളാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ട്രാവൽ ചെയ്യാനോ അങ്ങനെ ഒന്നും പ്രശ്നമൊന്നുമില്ല. പെൺകുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സ്ട്രഗിൾസ് ഫീൽ ചെയ്തിട്ടില്ല? അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ കാര്യങ്ങളിൽ എല്ലാവരും ബോൾഡാണ്. അങ്ങനെ ഒരു എന്താ പറയാ, എന്ത് പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നേരിടാനും സംസാരിക്കാനും എല്ലാവരും കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഇഷ്യൂസ് ഒന്നും നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ട്രാവൽ തന്നെ പെട്ടെന്ന് കണ്ണൂരിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയി വരിക, രാത്രി ലേറ്റ് നൈറ്റ്. ഇപ്പം മിനിഞ്ഞാന്ന് മലപ്പുറത്തായിരുന്നു ഉണ്ടായത്. അപ്പം അത് കഴിഞ്ഞ് രാത്രി നമ്മൾ 2 മണി, ഇപ്പം 5 മണിക്കൊക്കെ വീട്ടിലെത്തി നമ്മൾ. അപ്പം ആ ഒരു ട്രാവലിൻ്റെ ആ ഒരു ഇഷ്യൂ വേറെ. ഉറക്കമൊക്കെ പോകുന്നു, ട്രാവലിംഗിലൊന്നും വേറെ. ഇപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസും കാര്യങ്ങളും വന്നാൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാനേജ് ചെയ്ത് പോലുള്ളൂ, അല്ലാണ്ട് വേറെ ആൾക്കാരും പറയേണ്ട അല്ലെങ്കിൽ അറിയിക്കേണ്ട കാര്യമോ ഒന്നുമില്ലല്ലോ? അതായത് ഇപ്പൊ ഇടപെടൽ നിങ്ങൾ തന്നെ അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് പോകും. ഇപ്പം ആൾക്കാർക്കൊക്കെ ഉള്ളൊരു തോട്ടാണ് പെൺകുട്ടികളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാനുള്ള. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇപ്പോഴത്തെ പെൺകുട്ടികളാണ് കുറച്ചുകൂടി ബോൾഡ് എന്ന് തോന്നണല്ലേ? നേരത്തെ ഉള്ള തോട്ട് ഇപ്പോഴും അത് മനസ്സിൽ കൊണ്ട് നടക്കുന്നതുകൊണ്ടായിരിക്കാം മേ ബി. നിങ്ങളുടെ ഇനിയുള്ള പ്ലാൻസും കാര്യങ്ങളും ഒക്കെ ആക്ച്വലി എന്താ? ഇനിയിപ്പോ കുറെ പരിപാടികൾ ഉണ്ട്. ഇനി ജനുവരി മുതൽ ഒരുപാട് പരിപാടികൾ ഉണ്ട്. ഫെബ്രുവരിയിൽ നമുക്ക് കണ്ടിന്യൂസ് 1 വീക്ക് അങ്ങനെയൊക്കെ പരിപാടികൾ വരുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെയാണ്. ഇപ്പൊ കറക്റ്റായിട്ട് ആളുകളെയൊക്കെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടോ ടെൻഷൻ ഉണ്ടോ? അത് ടെൻഷനാണ്, ഭയങ്കര ടെൻഷനാണ്. ഫസ്റ്റ് ടൈമൊക്കെ എക്സാം ടൈമും കൂടിയാണ്. അപ്പൊ ഇപ്പൊ തന്നെ നെക്സ്റ്റ് പ്രോഗ്രാമിന് നമ്മൾ എല്ലാവർക്കും പറ്റൂല, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഓരോരോ സ്റ്റേജ് ഓരോരോ എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് ഒരാൾക്ക് മാറി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് വേറൊരാള് വരുമ്പോ. പക്ഷെ അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. എന്തായാലും ഒരുപാട് സന്തോഷം. എന്താ പറയാ, നിങ്ങളെ കാണാൻ പറ്റിയതിലും ഈ റീൽസിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നിങ്ങളുടെ ലൈവ് പെർഫോമൻസ് ഒന്നും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇനി അടുത്തത് എവിടെയാന്ന് വെച്ചാൽ ഒന്ന് പറയണോട്ടെ. വന്ന് ഞാനും വന്ന് ജയ് വിളിക്കാം.
ഇനി അതെ അതെ ജയ് വിളിക്കാനാണ് ആൾക്കാരെ വേണ്ടത്. അപ്പൊ ഇനി ഇങ്ങനെയൊക്കെയാണ് പോവാനായിട്ട് ഉദ്ദേശിക്കുന്ന പ്ലാൻസും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇനി പ്രോഗ്രാംസ് ഒക്കെ വരുന്നുണ്ട്, തിരക്കുകൾ കൂടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ തന്നെ നിക്കട്ടെ. താങ്ക് യു സോ മച്ച്. അടിപൊളിയായിട്ട് വരട്ടെ. നമുക്കും കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. സന്തോഷം. താങ്ക് യു. ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായി, പക്ഷെ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചത് ഓക്കെ. അത് കേട്ടാ മതി. മാത്രല്ല നമ്മുടെ സ്പിരിച്വൽ കോൺക്ലേവ് ഉണ്ട് അബാക് മീഡിയയുടെ തന്നെ. അപ്പോ ന്യൂ ഇയറിലെ ഫസ്റ്റ് പ്രോഗ്രാം ആണ് നമ്മുടെ. അപ്പൊ ന്യൂ ഇയറിലെ ഫസ്റ്റ് പ്രോഗ്രാം ആണ് നമ്മുടെ അബാക് മീഡിയയുടെ പ്രോഗ്രാം. അപ്പം അടിപൊളിയായിട്ട് വരട്ടെ. അതെന്തായാലും കാണാൻ പറ്റുമല്ലോ അല്ലേ? അത് ഞാൻ മറന്നുപോയി. അപ്പൊ എന്തായാലും വരണം. അത് നിങ്ങൾ എന്തായാലും വരണം. ഞാൻ വരാൻ ശ്രമിക്കാം. നിങ്ങൾ ഉണ്ടാവില്ലേ? നമ്മൾ ശ്രമിക്കാം. ഓക്കെ. അപ്പൊ മിക്കവാറും ഇവിടെ തന്നെ ആയിരിക്കും നിക്ക. പ്രോഗ്രാം നടക്കുക എന്താ പറയാ ജനുവരി 3-ാം തീയതി. അന്നേ വരെ ഇനി വിടാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ശ്രമിക്കാന്ന് പറഞ്ഞു. നമ്മളെന്തായാലും നിങ്ങളാണ് താരങ്ങൾ. അപ്പൊ നമുക്ക് അന്ന് കാണാം. മാത്രല്ല ഒരുപാട് സന്തോഷം. ഒരിക്കൽ കൂടി പറയാണ്, കേൾക്കാൻ പറ്റിയല്ലോ, അടുത്തിരുന്ന് ഇങ്ങനെ കേൾക്കാൻ പറ്റിയല്ലോ. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.